എന്റെ പ്രിയപ്പെട്ടവരെ, ഷഹീദ് ഫൈസലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? ഓരോ ചിത്രങ്ങൾ കാണുമ്പോ കൽബ് പൊട്ടുകയാ ചെറുപ്പക്കാരാ. ആ പൊന്നുമോന് പെണ്ണ് കെട്ടാൻ വേണ്ടിയല്ല മതം മാറിയത്. അങ്ങനെ ചില ആളുകൾ മാറും. കല്യാണം മോഹിച്ചല്ല, സുന്ദരിയായൊരു മുസ്ലിം പെണ്ണിനെ മോഹിച്ചല്ല, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ചപ്പോ ഹബീബായ നേതാവിനെ കുറിച്ച് പഠിച്ചപ്പോ ഷഹീദ് ഫൈസൽ എന്ന കൊടുന്നിക്കാരന്റെ ഹൃദയത്തിൽ ആരംഭപ്പൂവിനോടുള്ള ഇഷ്ടവും ഈ ജീവിതത്തിനോടുള്ള അടുപ്പവും വന്നു, ഈ മതത്തോടുള്ള ബന്ധവും വന്നു. എത്ര ഭാഗ്യവാനാ എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ഭാഗ്യവാനാ ചെറുപ്പക്കാരൻ. നമ്മുടെ നാട്ടിലും എത്ര ആളുകൾ മരിച്ചുപോയി, ആരൊക്കെ വന്നു ആ മയ്യത്ത് കാണാ. ഞാൻ അതാ പറഞ്ഞത്, ഭാഗ്യവാനാ. എത്ര നേതാക്കന്മാരാ ഖബറിന്റെ അടുത്തൽ വരുന്നത്, എത്ര നേതാക്കന്മാരാ സമാശ്വാസ വാക്കുകളുമായി ആ വീട്ടിലേക്ക് ഓടിയെത്തുന്നത്, എത്ര പ്രാർത്ഥനയാ ചെറുപ്പക്കാരന് കിട്ടുന്നത്. എന്ത് ഭാഗ്യമാണ് പൊന്നുമോരെ ഷഹീദ് ഫൈസൽ എന്ന കൊടുന്നിക്കാരന് കിട്ടിയത്. എത്ര ആയിരങ്ങളാ മയ്യത്തിനെ പേര് നടന്നത്, മയ്യത്തിനോടൊപ്പം നടന്നത്. അതുകൊണ്ട് സഹോദരാ, ഭീഷണിക്കും മേശണിക്കും വഴങ്ങിയിട്ടല്ല, അല്ലാഹുവിനോടുള്ള ഇട്ടം കൊണ്ട്, ഹബീബിനോടുള്ള ഇട്ടം കൊണ്ട് ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോ അവന്റെ ഹജ്ജും ഉംറയും ബാക്കി വെച്ചിട്ട് മടങ്ങിപ്പോയപ്പോ അല്ലാഹുവേ ഒന്നല്ല ഒരുപാട് ഉംറകളും ഹജ്ജും ചെയ്ത പ്രതിഫലം ആ ഖബറിൽ നീ നൽകണേ അല്ലാ, ആ ഖബറിൽ നീ നൽകണേ അല്ലാ. വെട്ടിനുറുക്കി റോട്ടിലിട്ട കാട്ടാളന്മാരെ പാഠം പഠിപ്പിക്കണേ റബ്ബേ, പാഠം പഠിപ്പിക്കണേ അല്ലാ, പാഠം പഠിപ്പിക്കണേ അല്ലാ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്ന സ്വഭാവക്കാരനായിരുന്നല്ലോ. ആർക്കാ ഒന്ന് ന്യായീകരിക്കാൻ പറ്റുക? എന്ത് സ്വഭാവ ദൂഷ്യമാ ആ ഷഹീദ് ഫൈസൽ ഉണ്ടായിരുന്നത്? അവന് കള്ളുകുടിയനാണോ? അവന് പെണ്ണുപിടിയനാണോ? അവൻ അക്രമിയാണോ? അവന് ഗുണ്ടാ സംഘത്തിൽ പെട്ടാലാണോ? ഏതെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യമാണോ? ഒന്നുമല്ല ചെറുപ്പക്കാരാ, ഒന്നുമല്ല പൊന്നുമോനെ. ഈ മതത്തിലേക്ക് കടന്നു വന്നത് കൊണ്ടാ. ഇതൊരു മുസ്ലിം എങ്ങനെ പറയാതിരിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, അതിനുവേണ്ടി അവിടെ ആരും കൊലവിളി നടത്തിയില്ല, ആരും ഒരു ബന്ധം ഹർത്താലും നിശ്ചയിച്ചില്ല, ആരും വാളൂരിയിട്ട് വീശിയില്ല, ആരും ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല. അതും ഇസ്ലാമിന്റെ മതത്തിന്റെ നിട്ടയാ, മറ്റുള്ളവർ പഠിക്കാൻ പറയുകയാ. അതുകൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് മടങ്ങുമ്പോ, ലോകം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോ എങ്ങനെയാ പിന്നെ പാശ്ചാത്യർ കടങ്ങിയിരിക്കാൻ പറ്റുക? എങ്ങനെയാ പിന്നെ ഇസ്ലാമിന് ഒരു വല്ലാത്ത ടെററിസ്റ്റിന്റെ മുഖം കൊടുക്കാതിരിക്കാൻ പറ്റുക? എത്ര കണ്ട് മൂടി വെച്ചാലും ഇല്ല. അല്ലാഹു ഈ മതത്തിന്റെ പ്രകാശം ഈ ലോകത്ത് തെളിയിച്ചിട്ടല്ലാതെ ഇല്ല സഹോദരങ്ങളെ, ലോകത്തിനൊരവസാനമില്ല. അതുകൊണ്ട് മലയാളി മക്കൾക്ക് എന്നും നൊമ്പരമായ ഷഹീദ് ഫൈസൽ ഉണ്ടാകണം. അതൊരു വൈരാഗ്യമല്ല, മനസ്സിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കൈവെക്കുമ്പോ ആ ചെറുപ്പക്കാരന്, ആ പൊന്നുമോന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ആ പിഞ്ചു മക്കളെ കാണുമ്പോ കൽബ് പൊട്ടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. ആ പൊന്നുമക്കൾ ഉപ്പയെ ചോദിക്കുമ്പോ ഉമ്മാനോട് വാവിട്ട് കരയുമ്പോ എങ്ങനെയാ പിഞ്ചുമക്കളെ സമാധാനിപ്പിക്കാൻ പറ്റുക? അതുകൊണ്ട് ഖിലാസോടെ അവരോട്, ആ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വേദനയോടെ, ദുഃഖത്തോടെ അവർക്ക് വേണ്ടിയിട്ട് റബ്ബിനോടൊന്ന് ദ്വാരക്കാനെങ്കിലും കഴിയണം. അല്ലാഹുവേ സ്വർഗത്തിലാ ചെറുപ്പക്കാരനെ കണ്ടുമുട്ടാ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തെരഞ്ഞെടുത്ത ആളാണല്ലോ റബ്ബേ, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഷഹീദ് ഫൈസലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലും വെളിച്ചം നൽകണേ അല്ലാ, ഞങ്ങളുടെ പാപവും പൊറുക്കണേ അല്ലാ. അതുകൊണ്ട് സ്നേഹമാണ്